രമ, ഈ ഷാജി പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും വാസ്തവമുണ്ടെന്ന് സംശയിക്കുന്നുണ്ടോ? വേണോ, ഷാജി ഇന്നൊരു വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുകയാണ്. ഷാജി പറഞ്ഞ കാര്യങ്ങളെ സംബന്ധിച്ച് അത് വസ്തുതയാണെങ്കിൽ വളരെ ഗൗരവപ്പെട്ടതാണ്. അത് അങ്ങനെയാണെങ്കിൽ ആ വസ്തുത സംബന്ധിച്ച അന്വേഷണം നടത്താൻ സർക്കാർ തയ്യാറാവുകയാണ് വേണ്ടത്. എനിക്കതിനെ സംബന്ധിച്ച് അറിയില്ല. ഏതായാലും അത്തരത്തിലൊരു ആരോപണം ഒരാൾ ഉന്നയിക്കുമ്പോൾ അത് ഷാജിയെ പോലെ ഒരാൾ വെറുതെ പറയുമോ എന്ന് എനിക്ക് സംശയമുണ്ട്. അങ്ങനെ എന്തെങ്കിലും കിട്ടാതെ പറയുന്ന, എന്തെങ്കിലും ഇല്ലാതെ പറയുന്നതായിരിക്കും എന്ന് ഞാൻ കരുതുന്നില്ല. അപ്പം അതിൽ എന്തെങ്കിലും കഴമ്പുണ്ടെങ്കിൽ, ഇനി ഇല്ലെങ്കിൽ പോലും അങ്ങനെ ഒരു ആരോപണം വന്ന സ്ഥിതിക്ക് അത് തീർച്ചയായിട്ടും അന്വേഷിക്കേണ്ടതാണ്. അത് അന്വേഷിക്കാൻ ഉത്തരവിടുകയാണ് സർക്കാർ ചെയ്യേണ്ടത് എന്നതാണ് ഈ കാര്യത്തിൽ എനിക്ക് തോന്നുന്നത്. പക്ഷേ ഈ സർക്കാർ അതിന് മുതിരുമെന്ന് കരുതുന്നുണ്ടോ? പ്രത്യേകിച്ചും ഷാജി പറയുന്നത് കുഞ്ഞനന്തൻ മുകൾ തട്ടിലെ ഗൂഢാലോചനയിലേക്ക് അന്വേഷണത്തിന് എത്താൻ കഴിയുന്ന ഏക കണ്ണിയാണെന്ന് പറയുമ്പോൾ അല്ല, കുഞ്ഞനന്തന്റെ കുടുംബവും ഇപ്പൊ രംഗത്ത് വന്നിട്ടുണ്ടല്ലോ. കുടുംബം പറയുന്നത് എന്താണ്? കുഞ്ഞനന്തന് മതിയായ ചികിത്സ ലഭ്യമായിട്ടില്ല. ഈ ഭരണകൂട ഭീകരതയുടെ ഭാഗമായിട്ടാണ് കൊല ചെയ്യപ്പെട്ടത്, അല്ല മരണമുണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് കുഞ്ഞനന്തന് ചികിത്സ, UDF സർക്കാർ ചികിത്സ നിഷേധിച്ചു എന്നാണല്ലോ അദ്ദേഹത്തിന്റെ മകൾ ഇപ്പോൾ ആരോപിക്കുന്ന ആരോപണം. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം മരിച്ചത് 2020 ജൂണിലാണ്. ആ സമയത്ത് അധികാരത്തിലിരിക്കുന്ന LDF സർക്കാരാണ്. 2014 കുഞ്ഞനന്തനെ ശിക്ഷിക്കുന്ന സമയത്ത് 2016 വരെ മാത്രമേ UDF ഉള്ളൂ. അതിനുശേഷം മുഴുവൻ LDF ഭരണകാലമാണ്. ചികിത്സ നിഷേധിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരവാദി ആരാണ്? LDF സർക്കാരല്ലേ. എന്തേ LDF സർക്കാർ അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടുണ്ടോ? മതിയായ ചികിത്സ അദ്ദേഹത്തിന് ലഭ്യമാക്കിയിട്ടില്ലേ? അങ്ങനെയാണെങ്കിൽ അതുകൂടി അന്വേഷിക്കണമല്ലോ. അതാണ് പറയുന്നത്. പക്ഷേ ഈ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് അന്വേഷിക്കുമോ എന്ന് ചോദിച്ചാൽ അന്വേഷണം ഉണ്ടാവില്ല. തീർച്ചയായിട്ടും അത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. കാരണം കുഞ്ഞനന്തനെ ആണ് ഈ കേസിൽ പാനൂർ ജില്ലയിലെ ഏറ്റവും പ്രധാനിയായ ആൾ എന്നുള്ളത് നമുക്കറിയാം. കണ്ണൂർ ജില്ലയിൽ ഉള്ള പ്രധാനപ്പെട്ട ഒരു നേതാക്കന്മാരിൽ ഒരാളായ, അതും പിണറായി വിജയന്റെ വലങ്കൈയാണ് എന്നറിയപ്പെടുന്ന കുഞ്ഞനന്തൻ, അദ്ദേഹം ഈ കേസിൽ വളരെ വ്യക്തമായിട്ട് ഈ പ്രതികളുമായിട്ടൊക്കെ ബന്ധപ്പെട്ടതിൻ്റെയും ഒക്കെ തെളിവുകൾ വളരെ കൃത്യമായി കോടതിയുടെ ജഡ്ജ്മെന്റിൽ ഉൾപ്പെടെ വന്നതാണ്. അതുപോലെ തന്നെ ഈ ജയിലിലായിരുന്ന സമയത്ത് എല്ലാവിധ ആനുകൂല്യങ്ങളും ലഭിച്ച ഒരു വ്യക്തിയാണ് ഈ ഇപ്പോൾ ജീവിച്ചിരിപ്പില്ലാത്ത ഈ കേസിൽ പ്രതിയായിരുന്ന കുഞ്ഞനന്തൻ എന്ന് പറയുന്ന വ്യക്തി. അദ്ദേഹത്തിന് ഏകദേശം 327ഓളം ദിവസം പരോളിൽ, ഏകദേശം അദ്ദേഹം മരിക്കുന്നത് വരെയുള്ള പരോളാണ് പറയുന്നത്. 320ലധികം ദിവസം അദ്ദേഹത്തിന് പരോൾ ഈ സർക്കാർ അനുവദിച്ചു. ആ സമയത്തൊക്കെ പുറത്തനു അസുഖം വന്നതിന് ശേഷം അതിന്റെ പേര് പറഞ്ഞിട്ട് പുറത്തായതിനേക്കാളും കൂടുതലാണ് ഞാൻ പറയുന്നത്. ആ സമയത്തുള്ള കണക്ക് പറഞ്ഞാൽ 15 ദിവസം പുറത്ത്, 15 ദിവസം ജയിലിൽ. അങ്ങനെയായിരുന്നു കുഞ്ഞനന്തന്റെ പരോൾ. എങ്ങനെയാണ് ഈ സർക്കാരിന്റെ കാലത്ത് ഇത്തരത്തിലുള്ള ആനുകൂല്യങ്ങൾ അദ്ദേഹത്തിന് ലഭിച്ചുകൊണ്ടേ? ഈ സർക്കാരിന്റെ കാലത്ത് ഇത്രയും ആനുകൂല്യങ്ങൾ അദ്ദേഹത്തിന് ലഭിച്ചിരുന്നു. ആ സമയത്തൊന്നും എന്താ ചികിത്സ നടത്തിയിരുന്നില്ലേ? അപ്പോഴൊന്നും അസുഖമായിരുന്നില്ല. കോവിഡ് കാലത്ത് പ്രത്യേകം ഇതിൽ പുറമേയുള്ള എല്ലാ പരോളുകളും അദ്ദേഹത്തിന് ലഭിച്ചിരുന്നു. എന്ന് പറഞ്ഞാൽ ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ ഉണ്ടായിട്ടും ഈ പ്രതികൾക്ക് മുഴുവൻ അങ്ങനെയാണ്. എല്ലാ തരത്തിലുള്ള വഴിവിട്ട പരോളുമാണ് കുഞ്ഞനന്തനായാലും KC രാമചന്ദ്രനായാലും ഈ കേസിലെ മുഴുവൻ പ്രതികൾക്കും വഴിവിട്ട പരോളുകളാണ് ലഭിച്ചുകൊണ്ടിരുന്നത്. അവർക്ക് ജയിൽ ഒരു രണ്ടാം വീടായിരുന്നു. അതിനുള്ള സൗകര്യങ്ങൾ മുഴുവൻ, വീട്ടിൽ പോകുന്നത് പോലെയുള്ള സൗകര്യങ്ങളാണ് ജയിലിനകത്ത് ഈ പ്രതികൾ അനുഭവിച്ചുകൊണ്ടിരുന്നത്. നമുക്കറിയാം, ഈ കൊലയാളി സംഘം ഉൾപ്പെടെ ഈ ജയിലിൽ നിന്ന് നടത്തിയ ആസൂത്രണങ്ങൾ, അവിടെ നടത്തിയ കാര്യങ്ങളൊക്കെ നമ്മൾ പക്ഷേ ഈ ഷബ്ന പ്രതികരിച്ചിരിക്കുന്നത്, കുഞ്ഞനന്തന്റെ മകൾ പ്രതികരിച്ചിരിക്കുന്നത് UDF സർക്കാർ കൊലപ്പെടുത്തിയിരിക്കുന്നു കുഞ്ഞനന്തനെ എന്നാണ്. അങ്ങനെയാണെങ്കിൽ ഈ മുകൾ തട്ടിലെ ആരൊക്കെയാണ് പങ്കാളികളായിരിക്കുന്നത് എന്നതിലേക്ക് പോകാൻ കഴിയുന്ന പ്രധാന കണ്ണിയാണ് കുഞ്ഞനന്തനെന്ന് രമ ഉൾപ്പെടെയുള്ള സഖാക്കൾക്കറിയാം. അപ്പോൾ ആ ജീവൻ പരിരക്ഷിക്കപ്പെടേണ്ടതുമാണ്. എന്നാൽ ഷബ്ന പറയുന്നത് പല ഘട്ടങ്ങളിലും ചികിത്സാർത്ഥം അഭ്യർത്ഥന നടത്തിയപ്പോൾ കുഞ്ഞനന്തനത് നിഷേധിച്ചു എന്നാണ്. അങ്ങനെയെങ്കിൽ ഈ പ്രധാനപ്പെട്ട കണ്ണിയുടെ ജീവൻ പോകാതെ അതിനെല്ലാ പരിരക്ഷയും നൽകേണ്ടതും ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ ഉത്തരവാദിത്വം കൂടിയായിരുന്നു അന്നത്തെ ഭരണമുന്നണിക്കുണ്ടായിരുന്നത്. അതവർ നിർവഹിച്ചിട്ടില്ല എന്ന് തോന്നുന്നുണ്ടോ?
അല്ല, ഞാനതാണ് വേണു പറഞ്ഞത്. 2014 ഈ പിന്നെ കോടതി ഇവരെ ശിക്ഷിക്കുന്നത്. 2014 കോടതിയുടെ വിധി വരുന്നത്. 2014 ജൂൺ 28 അന്ന് മുതൽ 2016 മെയ് 16 വരെ മാത്രമാണ്, 2 വർഷമാണ് UDF സർക്കാർ ഉണ്ടായിരുന്നത്. 2016 മുതൽ 2020 വരെ ഇവിടെ ഭരിച്ചിരുന്നത് LDF സർക്കാരാണ്. അദ്ദേഹത്തിന് അസുഖം വന്നത് എപ്പോഴാണ്? അദ്ദേഹത്തിന് അസുഖം വന്നത് ഞാൻ വിചാരിക്കുന്നു 2017 18 മറ്റോ ആണ് അസുഖമുണ്ട് എന്ന റിപ്പോർട്ട് പുറത്തു വന്നത്. ആ സമയത്ത് മരണപ്പെട്ടത് 2020 ജൂണിലാണ്. അപ്പോൾ ഈ സമയത്ത് അദ്ദേഹം മരിക്കുന്ന സമയത്ത് ഇവിടെ അധികാരത്തിലിരുന്ന LDF സർക്കാരാണ്. ചികിത്സ നിഷേധിച്ചിട്ടുണ്ടെങ്കിൽ ഉത്തരവാദി ആരാണ്? അത് പറയട്ടെ. അതാണ് ഞാൻ പറയുന്നത്. ചികിത്സ നിഷേധിച്ചിട്ടുണ്ടെങ്കിൽ ഉത്തരവാദി LDF സർക്കാരല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ഷബിന പറയുന്നത് വിശ്വസിക്കുന്നില്ല ശ്രീമതി കെ കെ രമ. അതായത് ഇതിനു മുൻപ് UDF സർക്കാരിന്റെ കാലത്ത് അനാരോഗ്യമുണ്ടായിരുന്നു, ചികിത്സയ്ക്കായി അഭ്യർത്ഥിച്ചു, അത് നിഷേധിച്ചു. അത് വ്യാജമായ ഒരു ആവശ്യമാണ്, മറ്റ് തരത്തിൽ ജയിലിൽ നിന്ന് പുറത്തു കടക്കാനുള്ള വിദ്യയാണ്, ആ രൂപത്തിൽ വേട്ടയാടി എന്നാണ് ഷബന പറയുന്നത്. അത് താങ്കൾ മുഖവിലേക്ക് തന്നെ എടുക്കുന്നില്ല. ആ ഘട്ടത്തിൽ കുഞ്ഞനന്തൻ ആരോഗ്യവാനായിരുന്നു എന്ന് തന്നെയാണ് ശ്രീമതി രമ കരുതുന്നത്. പിന്നെ അതിലൊരു തർക്കവുമില്ലല്ലോ. കുഞ്ഞനന്തൻ, അത് ഞാൻ പറയുന്നത്, ആ ഘട്ടം മുതൽക്ക് കുഞ്ഞനന്തൻ പകുതി ദിവസവും വീട്ടിലാണ്. അദ്ദേഹത്തെ ശിക്ഷിച്ചിട്ടുണ്ടെങ്കിൽ 15 ദിവസം മാത്രം ജയിലിലും 15 ദിവസം. അല്ലാതെ LDF സർക്കാരിന്റെ കാലത്ത്, ഷബന പറഞ്ഞത് UDFന്റെ കാലത്ത് ചികിത്സയ്ക്കായി അഭ്യർത്ഥിച്ചിട്ടുണ്ട്, അത് നിഷേധിച്ചു എന്നാണ് പറയുന്നത്. അനാരോഗ്യമുണ്ടെങ്കിലാണല്ലോ ചികിത്സ എന്ന് പറയുന്ന ആവശ്യം വരിക. അപ്പോൾ മുൻപേ രോഗിയായിരുന്നു എന്നാണ് ഷബന പറയുന്നത്. അത് മൂർച്ഛിക്കുന്ന ഘട്ടം വരെ എത്തിച്ചത് UDF സർക്കാരിന്റെ നീതി നിഷേധമാണെന്ന് പറയുന്നു. ആ ഭാഗം വിശ്വസിക്കുന്നേ ഇല്ല ശ്രീമതി രമ എന്നാണോ കരുതേണ്ടത്? ഉറപ്പായിട്ടും വിശ്വസിക്കുന്നില്ല. കാരണം അങ്ങനെയാണെങ്കിൽ ഇപ്പോഴല്ലല്ലോ ആരോപണം പറയേണ്ടത്. ഷാജി ഇത് വെളിപ്പെടുത്തിയപ്പോഴാണോ ആരോപണം പറയേണ്ടത്? ആ സമയത്തെ നിഷേധിച്ചു എന്ന് പറഞ്ഞ് ഇവർ അധികാരത്തിൽ വന്നപ്പോഴൊന്നും എന്തേ ഒരു നടപടിയും സ്വീകരിക്കാതിരുന്നത്? നിഷേധിക്കുക ജയിലാണല്ലോ, ജയിൽ ഉദ്യോഗസ്ഥന്മാരല്ലേ തീരുമാനിക്കേണ്ടത്. ആ ഉദ്യോഗസ്ഥന്മാർക്കെതിരെ നടപടിയെടുക്കണ്ടേ? അങ്ങനെ ചെയ്തിട്ടുണ്ടോ? ആ ഉദ്യോഗസ്ഥന്മാരുടെ പേരിലല്ലേ ചെയ്യേണ്ടത്? സർക്കാരിനെ പറയാലോ ശരിയാണ്. മാത്രമല്ല യഥാർത്ഥ പ്രതികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്ന എല്ലാ എണ്ണത്തിനെയും ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റി നിർത്താൻ നല്ല സാമർഥ്യം കാണിച്ച സർക്കാരാണല്ലോ പിണറായി സർക്കാരിൻ്റെത്. അപ്പോൾ കുഞ്ഞനന്തൻ ഇങ്ങനെ ഒരു വലിയ നീതി നിഷേധം ജയിലിനകത്ത് ജയിലധികൃതരുടെ ഭാഗത്ത് നടക്കമുണ്ടായിട്ടുണ്ടെങ്കിൽ ഇനി ഒരുപക്ഷെ അദ്ദേഹം ഭരിക്കുന്നതിന് മുൻപുള്ള കാലത്താണെങ്കിലും ആ ഉദ്യോഗസ്ഥരൊക്കെ ഉണ്ടാവുമല്ലോ, അവർക്കെതിരെ നടപടി എടുക്കേണ്ടതായിരുന്നു. അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. മാത്രമല്ല ഷാജി പറയുമ്പോൾ മാത്രമാണ് ഇങ്ങനെ നീതി നിഷേധത്തിന്റെ കഥ മകൾ ഒരു രാഷ്ട്രീയ വൈരാഗ്യ ബുദ്ധിയോടെ അവതരിപ്പിക്കുന്നത് എന്നതും ശരിയാണ്. അതുകൊണ്ട് ശ്രീമതി രമ പറയുന്ന കാര്യങ്ങൾക്ക് ഒരു പ്രാധാന്യവും പ്രസക്തിയും ഉണ്ട്. ഷബ്നയുടെ പ്രതികരണത്തിന്റെ വിശ്വാസയോഗ്യത അതുകൊണ്ട് തന്നെ സംശയാസ്പദമാണെന്ന് വേണമെങ്കിൽ കരുതാവുന്നതുമാണ്.